മദ്യകമ്പനി വിവാദത്തിൽ എക്സൈസ് മന്ത്രി CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതി കൊണ്ട് ജലദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് രാജേഷ് അറിയിച്ചു. പദ്ധതിയെ ബിനോയ് വിശ്വവും എതിർത്തില്ല. 2 ദിവസം മുൻപ് MN സ്മാരകത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. CPIയെ കബളിപ്പിച്ചെന്ന് ചർച്ചയായതോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, എന്താണ് മറ്റു വിവരങ്ങൾ? സ്വകാര്യ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് കത്തി നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് MN സ്മാരകത്തിലെത്തി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ MN സ്മാരകത്തിലെത്തിയ മന്ത്രിയോട് മറ്റു തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്തിയില്ല. ഈ ഒരു ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാട് CPI സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മൗന സമ്മതം ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് MP രാജേഷ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ ഇവിടേക്ക് പ്രത്യേകിച്ച് MN സ്മാരകത്തിലേക്ക് എത്തി ബിനോയ് വിഷയത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമം വിജയം കണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗനസമ്മതം നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് എടുത്തു പറയാൻ കഴിയുന്നത്, നേരത്തെ ഈ വിഷയം സ്വകാര്യ മദ്യനിർമ്മാണശാല തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിസഭാ യോഗത്തിലാണ് CPIയുടെ മന്ത്രിമാർ പോലും കാര്യങ്ങൾ അറിഞ്ഞത്. അതിനെതിരെ വലിയ വിമർശനം നേരത്തെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിഷയത്തെ അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിൽ മന്ത്രിമാർ, CPIയിലെ മന്ത്രിമാർ പിന്നോക്കം പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നേരിട്ട് രാജേഷത്തെ ബിനോയ് വിഷയത്തെ MN സ്മാരകത്തിൽ നേരിട്ടെത്തി കണ്ടതും കാര്യങ്ങൾ ധരിപ്പിച്ചതും. ജലദൗർബല്യം എന്ന പ്രശ്നം ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന നിലപാടാണ് എക്സൈസ് വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. അതേസമയം തന്നെ ഈ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ വലിയ അഴിമതിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള സംഘടനകൾ ഈ വിഷയം നിയമസഭയിലടക്കം വലിയ ചർച്ചകളായി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ നിയമസഭയിൽ മറുപടി പറയാനിരിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി പ്രത്യേകിച്ച് MP രാജേഷ് എക്സൈസ് വകുപ്പിന് MN സ്മാരകത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CPIയുടെ മന്ത്രിമാരും ഈ വിഷയത്തിൽ മുട്ടുമടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എതിർപ്പുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. CPI നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. സ്വകാര്യ മദ്യനിർമ്മാണശാലകൾ നിലവിൽ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഈ വിഷയത്തിൽ കടുപ്പിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്കാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPI മന്ത്രിമാരും ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി പരസ്യ പ്രതികരണവുമായി ഇനി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ CPIയെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ചയ്ക്ക് വന്നത്. CPIയുടെ മന്ത്രിമാർ പോലും ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുന്നത് പോലും അറിഞ്ഞത് ഈ മന്ത്രിസഭാ യോഗത്തിന് എത്തുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് CPI മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് CPI നേതാക്കളെയും മന്ത്രിമാരെയും കബളിപ്പിക്കുന്ന നിലപാടായിരുന്നു CPMന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിഷയം ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPI ആദ്യഘട്ടം മുതൽ പോലും മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നിലവിൽ എതിർപ്പുകളൊന്നും പരസ്യമായി തന്നെ CPI നേതാക്കൾ ഉന്നയിച്ചില്ലെങ്കിൽ പോലും മുന്നണിക്കുള്ളിലുള്ള അമർഷങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ മുന്നണിക്കുള്ളിലെ അമർഷങ്ങൾക്ക് വിരാമമിടാൻ വേണ്ടി തന്നെയാണ് നിലവിൽ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിലവിൽ MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ നേരിൽ കണ്ട് ഈ ഒരു വിഷയം അനുനയ ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും ജലദൗർബല്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് CPI നേതാക്കൾക്ക് നൽകിയിരിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ CPIയും ഈ ഒരു വിവാദത്തിൽ തലകൊണ്ടു വയ്ക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൗനസമ്മതം നിലവിൽ CPI നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ബിനോയ് വിഷയം മറ്റ് എതിർപ്പുകളൊന്നും തന്നെ MP രാജേഷിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPIയും ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് മദ്യവർജനം എന്ന നിലപാടുമായി എത്തിയ പ്രകടന പത്രികയിൽ പോലും അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയ സർക്കാർ തന്നെയാണ്. മദ്യവർജനം നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്വകാര്യ മദ്യ ഷാപ്പുകൾ സംസ്ഥാനത്ത് അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം എന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം. പ്രതിപക്ഷ സംഘടനകൾ, BJP അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ഈ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.